യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവമാത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്കാർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തിലുള്ളവരാകുന്നു. നിൽക്കവേ തന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും ഉറവിടമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ, അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ നൽകിയ അവസരത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു. ഏകാഗ്ര ഹൃദയത്തോടും നിശ്ചയദാർഢ്യത്തോടും ഭയഭക്തിയോടും കൂടെ അങ്ങേ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. ഈ ആരാധനയുടെ ഓരോ ഭാഗങ്ങളിലും അവിടുത്തെ കൃപയും സാന്നിധ്യം പകരണം. ഞങ്ങളെല്ലാവരെയും തിരുകരങ്ങളിൽ വിനയത്തോടെ സമർപ്പിക്കുമ്പോൾ യേശു മുഖാന്തരം ഞങ്ങളുടെ യാചന കേൾക്കണം. നല്ല പിതാവേ, ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി പാഠപുസ്തകത്തിലെ 130 ഗീതം. എൻ ആത്മാവിൻ സ്നേഹമേ തന്നെ, എൻ ഹൃദയത്തിൻ ആനന്ദം. സ്തുതിഗാനികൾ 5-ാം പുറം 3-ാം ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ,
മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ മേൽ ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയങ്ങളോട് കൃപ ചെയ്യുന്ന മശിക രാജാവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നദ്ധയിൽ നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ കുറവുകളെയും ഉണർന്നുകൊണ്ട് പാപക്ഷമയ്ക്കായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ലംഘനം മറച്ചു വയ്ക്കുന്നവർക്ക് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഏതൊരാൾക്കും കരുണ ലഭിക്കുന്നു, ദൈവത്തിൻ്റെ ക്ഷമ ലഭിക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അനുതാപ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനേ, എന്നിൽ നിന്നും തിരികെയെടുക്കരുതെൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. അനുതാപഹൃദയങ്ങളോട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുവാനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നൽകി ഓരോ നിമിഷവും നമ്മെ നയിക്കുമാറാകട്ടെ. ആമേൻ. ഏവർക്കും എഴുന്നേൽക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 19-ാം സങ്കീർത്തനം പ്രതിവാക്യമായി ചൊല്ലാം. സങ്കീർത്തനം 19. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുകൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിലെല്ലായിടവും അതിൻ്റെ അളവുനൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം.
വീരനെ പോലെ തൻ്റെ ഓട്ടമോടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്തു നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവുമാകുന്നു. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് നീക്കം നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാൽ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പ്രകാരം തന്നെ ആമേൻ. നിൽക്കവേ തന്നെ സുവിശേഷം വായിച്ചു കേൾക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചനം ശ്രദ്ധിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിൻ്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. അടുക്കൽ ചെന്ന്, നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തത ഉണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആരാണ്? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഈ തിരുവചനത്താൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം ഉറപ്പോടും പ്രത്യാശയോടും കൂടെ നമുക്ക് ഏറ്റുചൊല്ലാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം 22-ാം ഭാഗം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുട്ടുകൾ മടക്കാം. ദൈവത്തോട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹം നിറഞ്ഞ ഈ വിശുദ്ധ പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സൃഷ്ടികൾ, സർവപ്രപഞ്ചം, വൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും സകല മാനവരാശിയും ഒരുപോലെ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെ വിട്ട് ആരും മറഞ്ഞിരിക്കുന്നില്ല. ആരും ആ ദൈവത്തിൻ്റെ കരുതലിൽ നിന്ന് പുറത്തല്ല. ആരും ദൈവകൃപയ്ക്ക് വെളിയിലല്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം വലിയവനെന്ന് സകല സൃഷ്ടിയും ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്ന ആ ഭാഗ്യത്തെ ഓർത്ത്, ആ മഹനീയമായ അനുഭവത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ സൃഷ്ടിയെ ദൈവം ഇത്രത്തോളം പരിപാലിക്കുന്നു, ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലുകൾക്കായി നമുക്ക് നന്ദി അർപ്പിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു. സർവസൃഷ്ടിയും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഈ ധന്യമായ നിമിഷങ്ങളിൽ ഞങ്ങൾക്കും
ആ സ്തുതി സ്തോത്രങ്ങളിൽ പങ്കുകാരാകുവാൻ ഞങ്ങളെയും യോഗ്യരാക്കി അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങ് നിലനിർത്തിയിരിക്കുന്ന സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ യോഗ്യരല്ലായിരുന്നു, എന്നാൽ ദൈവമേ അവിടുത്തെ സ്നേഹനിമിത്തം, അവിടുത്തെ കാരുണ്യ നിമിത്തം അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി. ഞങ്ങളെ അവിടുന്ന് നിലനിർത്തി അങ്ങയുടെ കരുതലിനായി നന്ദി പറയുന്നു. പിതാവേ, ഈ നാളുകളിൽ ഞങ്ങളെയും ഈ ഈ കർത്താവെ ആലയത്തിൽ ഉൾപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും ഈ നാളുകളിൽ ഓരോ മക്കളുടെ മേലും അങ്ങ് പകരുമാറാകണം. ആലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ നാളുകളിൽ അനുഗ്രഹകരമായി നടത്തുവാൻ ദൈവമേ അവിടുന്ന് കൃപ ചെയ്തുകൊണ്ടിരിക്കാൻ നന്ദി പറയുന്നു. പ്രതികാല ദൈവമേ എല്ലാ തടസ്സങ്ങളും മാറി, ഈ കാലഘട്ടത്തിലെ ദൈവമേ പ്രതികൂലങ്ങൾ മാറി, മഹാമാരിയുടെ എല്ലാ പ്രതിസന്ധികളും മാറി ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് അവസരവും സാധ്യതകളും കൂടുതലായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ കർത്താവെ മറ്റുള്ള എല്ലാ കാര്യാദികളും അനുഗ്രഹകരമായി നയിക്കപ്പെടുവാനുള്ള സാധ്യതകളെന്ന് തുറക്കുമാറാകണം. പ്രത്യേകിച്ച് ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതൊരു വ്യത്യാസമില്ലാതെ ഈ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങൾക്കും ആവശ്യമായിരിക്കുന്ന ആത്മീയ മന്ന അങ്ങ് നൽകി കൊടുക്കുമാറാകണം. ഭൗതികമായും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, വിവിധങ്ങളായ നിരാശകളിൽ, ദുഃഖങ്ങളിൽ, ബുദ്ധിമുട്ടുകളിലായിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് സന്ദർശിക്കണമേ. കാർഷിക മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ ദൈവമേ, കായികാധ്വാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ കമ്പനികളിൽ ജോലി നോക്കുന്നവർ, സ്ഥാപനങ്ങളിൽ പണി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ ദൈവമേ ഗൾഫ് രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മറ്റ് ഞങ്ങളുടെ നാട്ടിൽ വിദൂരതകളിൽ ജോലി നോക്കുന്ന പ്രിയപ്പെട്ടവരെയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗവൺമെൻറ് തലങ്ങളിൽ ജോലി നോക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം. ഈ ദേശത്തോട് ഇത്രത്തോളം അങ്ങ് മനസ്സലിവ് കാണിച്ചിരിക്കാൻ സ്തോത്രം. ഒരാൾക്ക് പോലും ദൈവം യാതൊരു കേടുപാടുമുണ്ടാകാതെ അത്ഭുതകരമായി ഈ ദേശത്തെ ഇന്നയോളം അങ്ങ് പരിപാലിച്ച് നിലനിർത്തിയ അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും കർത്താവേ, അവിടുത്തെ കാരുണ്യവും ഈ ദേശം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണം. ദേശം അങ്ങേ അറിയുവാനും അങ്ങയ്ക്ക് വേണ്ടി ഫലം കായ്ക്കുവാനും തക്കവണ്ണം ഈ നാളുകളിൽ ഒരുക്കപ്പെടുവാൻ സഹായിക്കണം. ദൈവമേ, സകല സൃഷ്ടിയും അങ്ങയെ മഹത്വപ്പെടുത്തുന്ന, അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കുന്ന, അങ്ങയുടെ ശ്രേഷ്ഠകരമായ ആ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് സകല സൃഷ്ടിയും അങ്ങയുടെ സന്നിധിയിൽ വിനയപ്പെടുന്ന ഈ ധന്യമായ മുഹൂർത്തത്തിൽ ദൈവമേ, ഞങ്ങൾക്കും അവിടുത്തെ സന്നിധിയിൽ വിനയപ്പെടുവാൻ നൽകിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ആലയത്തെയും ദേശത്തെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. ഈ ആലയം ഇവിടെ മലമേലിരിക്കുന്ന പട്ടണം പോലെ ദൈവമേ മറഞ്ഞിരിക്കാതെ കർത്താവെ അങ്ങനെ എല്ലാവർക്കും വെളിപ്പെട്ട് അനേകായിരങ്ങൾക്ക് പ്രകാശം പരത്തുന്ന ഒരു കർത്താവെ ഇടമാക്കി അങ്ങ് നിലനിർത്തിയിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും അവിടുത്തെ സാന്നിധ്യത്താൽ നിറയ്ക്കുമാറാകണം. ഒരിക്കൽ കൂടെ കർത്താവെ ഞങ്ങളുടെ കേരളത്തിനായി, അതുപോലെ ദൈവമേ മറ്റ് വിവിധ സംസ്ഥാനങ്ങൾക്കായി, ഭാരതത്തെ മുഴുവനായി തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു. ലോക രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ യുദ്ധഭീഷണികളും മറ്റു കർത്താവെ മഹാമാരിയുടെ പ്രതിസന്ധികളും ഒക്കെയായി അനേകർ മരണഭയത്തിലായിരിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം ഓരോ ദേശങ്ങളിലും അങ്ങ് പകർന്നു നൽകുമാറാകണം. സൗഖ്യത്തിൻ്റെ കരം അങ്ങ് വയ്ക്കണമേ. അങ്ങേ കൊണ്ടല്ലാതെ ഈ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റുവാൻ ആർക്കും സാധ്യമല്ല. കാറ്റിനോട് അടങ്ങുക എന്നും കടലിനോട് ശാന്തമാകുക എന്നും ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ അങ്ങേ അനുസരിച്ചുവെങ്കിൽ, പ്രകൃതി അങ്ങേ അനുസരിക്കുന്നുവെങ്കിൽ, പ്രകൃതി അങ്ങേക്ക് വിനയപ്പെടുന്നുവെങ്കിൽ കർത്താവെ, ഇന്നങ്ങ് ഒരു വാക്ക് കൽപ്പിക്കുകയാണെങ്കിൽ എല്ലാ പ്രതിസന്ധികളും മാറുവാനിടയാകും. ദൈവമേ, ഞങ്ങളിലുള്ള കുറവുകളെ അങ്ങ് ക്ഷമിച്ച്, ലോക ജനതയുടെ കുറവുകളെ ക്ഷമിച്ച്, ഓരോ മക്കളുടെയും അപാകതകൾ ക്ഷമിച്ച്, ദൈവമേ അങ്ങ് ദയോടെ ക്ഷമിച്ച് കർത്താവെ പുതിയ ജീവിത നന്മകളിലേക്ക്, പുതിയ ജീവിത മേഖലകളിലേക്ക് ഓരോരുത്തരെയും നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അളവില്ലാത്ത നന്മകളാൽ, ദാനങ്ങളാൽ നിറയ്ക്കണമേ. ഇന്നത്തെ വചന ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന അച്ഛനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ ഇപ്പോൾ അങ്ങ് നിലനിർത്തുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. സ്വർഗീയ സന്ദേശം ഞങ്ങൾക്ക് നൽകാൻ ആവശ്യമായ എല്ലാ ദാനങ്ങളും അവിടുന്ന് പകർന്നു നൽകുമാറാകണം. ഒരിക്കൽ കൂടെ ദൈവമേ, ഞങ്ങളുടെ മഹായിടവയ്ക്കായി പ്രാർത്ഥിക്കുന്നു.
മറ്റെല്ലാ മഹായിടവുകളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന മിഷൻ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ മോഡറേറ്റർ തിരുമേനിക്കായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ശരീരസുഖത്തോടും ബലത്തോടും കൂടെ അങ്ങ് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ നേതൃനിരകളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. കാൽവരി ക്രൂശിൻ്റെ മറവിൽ ഞങ്ങൾ എല്ലാവരെയും മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവേ, തുടർന്നുള്ള നിമിഷങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യവും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ ആശീർവദിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരു ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. അറിയിപ്പായി പറയാനുള്ള ചില കാര്യങ്ങൾ. 16-ാം തീയതി വരെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ആഴ്ചയിൽ പ്രകാരം ആരാധന ക്രമീകരിച്ചിരിക്കുന്നു. ആലയത്തിൽ വന്നിരിക്കുന്നവരെയും അകലങ്ങളിലിരുന്നു ഈ ആരാധന ശ്രദ്ധിക്കുകയും ഈ ആരാധനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് തുടർന്നുള്ള ശുശ്രൂഷകൾ ക്രമീകരിക്കുന്നതാണ്. ഈ മഹാമാരി എത്രയും വേഗം മാറി നമുക്കെല്ലാവർക്കും ദൈവാലയത്തിൽ ഒന്ന് ആരാധിക്കാനുള്ള കൃപയും അതിനുള്ള സാഹചര്യങ്ങളും ദൈവം നൽകുന്നതിന് വേണ്ടി തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധന ശേഷം സഭാ കമ്മിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. കമ്മിറ്റി അംഗങ്ങൾ സഹകരിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പുവർ ഫണ്ട് നൽകുന്ന പെൻഷൻ ആലയത്തിൽ ഒന്ന് വാങ്ങാനായിട്ട് അത് അർഹരപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വിവാഹ പരസ്യം. വിരാലി ഡിസ്ട്രിക്റ്റിൽ ആറ്റുപുറം CSI സഭയിൽ മിസ്റ്റർ രാജു മകൻ രതീഷും, കാക്രവള ഡിസ്ട്രിക്റ്റിൽ കാക്രവള CSI സഭയിൽ മിസ്റ്റർ വിജയൻ മകൾ അഭിജ വിജയനും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്നു. ഈ വിവാഹം നിയമവിരുദ്ധമാണെന്നോ വേദവിപരീതമാണെന്നോ ആർക്കെങ്കിലും സഹകരണം തെളിയിക്കാമെങ്കിൽ ആ വിവരം ഇന്നു മുതൽ 10 ദിവസങ്ങൾക്കകം ഡിസ്ട്രിക്റ്റ് ചെയർമാനെ അറിയിക്കേണ്ടതാണ്. ഇത് 1ാമത്തെ അറിയിപ്പ്. ഇപ്പോൾ മറ്ററിയിപ്പുകളില്ല. തിരുവചന ധ്യാനത്തിനായി നമുക്കൊരുങ്ങാം. നമ്മുടെ മധ്യയായിരിക്കുന്ന സ്നേഹമുള്ള അച്ഛൻ ഇപ്പോൾ ദൈവവചന സന്ദേശം നൽകുന്നതായിരിക്കും. 256-ാമത്തെ ഗീതം, മുൻകാലത്തിൽ സഹായവും എന്നും പ്രത്യാശയും എന്ന് തുടങ്ങുന്ന ഗീതം ഏവർക്കും എഴുന്നേറ്റ് നിന്ന് ആലപിക്കാം. One God, awesome.
പിതാവേ, ഈ മനോഹരമായ പരിശുദ്ധ ദിവസത്തിൻ്റെ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് വീണ്ടും തിരുസന്നിധിയിൽ ഈ ആരാധന അർപ്പിക്കുവാൻ നൽകിയ കൃപയ്ക്കായി സ്തോത്രം. വന്നിരിക്കുന്നവരെയും അടുത്ത അകലങ്ങളിലും ആയിരുന്നുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുകയും ഈ ആരാധനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അല്പവചനം ഞങ്ങൾ ദൈവവചന സന്ദേശം ശ്രവിക്കുമ്പോൾ അതിനായി ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കണമേ. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ചിന്തകളും ദർശനങ്ങളും തിരുവചനത്തിലൂടെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുന്ന അടിയനെ ബലപ്പെടുത്തണം. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ഒരുക്കണമേ. യേശു മശിഹാമൂലം പ്രാർത്ഥന കേൾക്കണമേ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ആത്മനക്കും പ്രകാരം പരിസ്ഥിതി ഞായറാണ്. അതായത് ജൂൺ 5-ാം തീയതി ആഗോള പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുകയും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ചിന്തകളും ആലോചനകളും ഒക്കെ നാം ഉൾക്കൊണ്ട ദിനങ്ങളാണ്. കഴിഞ്ഞ ഞായറാഴ്ചയിലും ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് സൃഷ്ടി ദൈവത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്നു എന്ന ചിന്തയാണ് വചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് വായിച്ച 19-ാം സങ്കീർത്തനത്തിൽ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നും സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രഖ്യാപിക്കുകയാണ്. അവ സൃഷ്ടിയിലൂടെ ദൈവത്തിൻ്റെ മഹത്വമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ്. നമുക്കറിയാം, നാം അണിഞ്ഞിരിക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു ആഭരണം, അതിൻ്റെ ഭംഗിയും അതിൻ്റെ മേന്മയും ഒക്കെ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ വൈഭവവും അവരുടെ ബുദ്ധിശക്തിയും കഴിവുകളും ഒക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ സൃഷ്ടിയിൽ നാം കാണുന്നതും കാണപ്പെടാത്തതുമായ അനേക വസ്തുക്കളും വസ്തുതകളും പ്രകൃതി പ്രതിഭാസങ്ങളും ഒക്കെ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിൻ്റെ വൈഭവം നാം അതിലൂടെ മനസ്സിലാക്കുകയാണ്. സകലവും ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയും നാം വിശ്വസിക്കുകയും ചെയ്യുന്ന വസ്തുതയാണ്. നാം ശാസ്ത്രീയമായി ഒരു വസ്തു ഉണ്ടാക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുത കണ്ടെത്തുന്നതിനേക്കാൾ ദൈവ സൃഷ്ടിയുടെ അല്ലെങ്കിൽ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ അത് വളരെ നാം ഒരു വസ്തു ഉണ്ടാക്കുന്നതിനേക്കാൾ വ്യത്യസ്തമാണ്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം സൃഷ്ടിച്ചു എന്നാണ്. അതിനെ ഗ്രീക്കിൽ എക്സ് നിഹിലിയോ എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥയിൽ നിന്നും സകലവും ദൈവം
ഉളവാക്കി എന്നതാണ്. അപ്പോൾ മനുഷ്യൻ ഉണ്ടാക്കുന്നതും മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളും എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ വസ്തുവിൽ നിന്നും മറ്റൊന്നിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന അനുഭവമാണ്. എന്നാൽ ദൈവിക സൃഷ്ടിയുടെ വ്യത്യസ്തത ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം ഇതൊക്കെയും സകലവും സൃഷ്ടിച്ചു എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സൃഷ്ടികർത്താവിൻ്റെ മഹത്വം ആ സൃഷ്ടിയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു. അപ്പോൾ ആ ദൈവം സൃഷ്ടാവ് മാത്രമല്ല, അതിനെ പരിപാലിക്കുന്ന കർത്താവുമാണ്. താൻ സൃഷ്ടിച്ചതിനെല്ലാം നല്ലത് എന്ന് കണ്ട് അതിൻ്റെ നിലനിൽപ്പും വളർച്ചയും പരിപാലനവും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് പരസ്പര പൂരകങ്ങളായി ദൈവം സകലത്തെയും ഉണ്ടാക്കിയത്. മാത്രമല്ല, സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ നിർമ്മിക്കുമ്പോൾ തോട്ടം സംരക്ഷിക്കാനും അതിനെ കാക്കാനും സൂക്ഷിക്കാനും മനുഷ്യനെ നിയോഗിച്ചു എന്നുള്ളതും ദൈവവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ്. ഈ 19-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഓരോ സൃഷ്ടിയെയും സൂര്യചന്ദ്രന്മാരിലും വെളിച്ചത്തിലും എല്ലാ വസ്തുക്കളിലും ആ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ട് ആ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവമാണ് നാം മനസ്സിലാക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ആരാധന തന്നെ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്ന, ആ സൃഷ്ടിയിലൂടെ നാം അനുഭവിക്കുന്ന നന്മകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവമാണ്, നന്ദി അർപ്പിക്കുന്ന സന്ദർഭമാണ് ഈ ആരാധന. അവ നാം കാണുന്നതും കാണപ്പെടാത്തതും നാം അറിയുന്നതും അറിയപ്പെടാത്തതും അനുഭവിക്കുന്നതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള ആ ദൈവത്തിൻ്റെ മഹത്വം നാം ചിന്തിച്ചുണർന്ന് ആ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെടുന്നത്. ആരാധന ഏറ്റവും അനുഗ്രഹകരമായി തീരുന്നത്. അപ്പോൾ ദൈവം സൃഷ്ടിയെ പരിപാലിക്കുവാൻ, തോട്ടം സൂക്ഷിക്കുവാൻ മനുഷ്യനെ ആക്കി വെച്ചു. എന്നാൽ പലപ്പോഴും മനുഷ്യൻ്റെ പ്രവൃത്തി തന്നെ സൃഷ്ടിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഭീഷണിയായി അധപ്പതിച്ചു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വനനശീകരണവും കുന്നുകൾ ഇടിച്ചു നിരത്തിയും ജലാശയങ്ങൾ നികത്തിയും ഒക്കെ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന വികസനങ്ങളും, ഇല്ലെങ്കിൽ മനുഷ്യൻ തൻ്റെ സ്വന്തം സുഖത്തിനും ലാഭത്തിനും ഒക്കെ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രകൃതിക്ക് ദോഷകരമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭങ്ങളും മാറാരോഗങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ കടന്നു വരുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ
ശാസ്ത്രീയമായ കണ്ടെത്തൽ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് എന്നതാണ്. അപ്പോൾ സൃഷ്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പരിപാലിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട മനുഷ്യൻ അതിൻ്റെ നാശത്തിന് ഹേതുവായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആ ഒരു അനുഭവമാണ്. അതിലൂടെ അതിൻ്റെ തിന്മകൾ സമൂഹം മുഴുവൻ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തിന്മ നാം എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് സൃഷ്ടിയെ പരിപാലിക്കുന്നതിന്, സംരക്ഷിക്കുന്നതിനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കടമ, കർത്തവ്യം ഉണരുകയാണ് ഈ പരിസ്ഥിതിയായ നാം ആദരിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിലുള്ള കർത്തവ്യം. 1970കളിൽ ഉത്തർപ്രദേശിൽ മരം വെട്ടുന്നതിനെതിരെ സ്ത്രീ സമൂഹം ഉണരുകയും ഈ വനനശീകരണത്തിന് വന്ന ആൾക്കാരെ തടയുന്നതിന് വേണ്ടി വനം ഞങ്ങളുടെ വീടാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി ഓരോ വനിതകളും വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്ത് നിന്നു എന്നതാണ് ആ സമരചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അതിലൂടെ ആ വനങ്ങളെ തടയുകയും മരങ്ങളെ സംരക്ഷിക്കുവാനും സാധിച്ചു എന്നുള്ളതാണ്. പ്രശസ്ത ഗാന്ധിയനായ സുന്ദർലാൽ ബഹുഗുണ ഉണ്ടാക്കിയ ചിപ്കോ പ്രസ്ഥാനം വനനശീകരണത്തിനെതിരെ ലോകശ്രദ്ധ ആകർഷിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു. അപ്പോൾ അത് ചരിത്രം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ആ പ്രസ്ഥാനത്തിലൂടെയും വനം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഉള്ള ഒരു ബോധവൽക്കരണം ഭാരത സമൂഹത്തിന് നൽകുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമ്മുടെ ചരിത്രം വ്യക്തമായി പഠിപ്പിക്കുന്നതാണ്. അവയെങ്കിലും ഇന്നും അത്തരത്തിലുള്ള സമരചരിത്രമുള്ള നമ്മുടെ ദേശത്ത് അതിന് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുകയും ആ ദിനത്തെ ആഘോഷമാക്കി വൃക്ഷത്തൈകൾ നടുകയും ഒക്കെ ചെയ്തപ്പോഴും വയനാട്ടിലെ മുട്ടലും ഇടുക്കി പ്രദേശങ്ങളിലെല്ലാം വനംകൊള്ള നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും അതിനെതിരെയുള്ള അന്വേഷണവും ഒക്കെ ഈ നാളുകളിൽ നടക്കുകയാണല്ലോ. അപ്പോൾ ഒരു ഭാഗത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ പ്രകൃതിയെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളും ആലോചനയും നടക്കുമ്പോൾ തന്നെ മറുവശത്ത് അതിനെ ഇല്ലായ്മ ചെയ്യുന്ന, നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ സാഹചര്യത്തിൽ നാം ദൈവങ്ങളായിരിക്കുന്ന നമുക്ക് സൃഷ്ടിയോടുള്ള കടമ, സഹചരോടുള്ള ഉത്തരവാദിത്വം നാം ഉണർന്നു സകല സൃഷ്ടിയുടെയും നിലനിൽപ്പിനും സംരക്ഷണത്തിനും
വേണ്ടിയുള്ള പ്രവർത്തനത്തിനായി നമ്മെ ദൈവ സന്നിധിയിൽ സമർപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ദൈവിക സൃഷ്ടിയുടെ സവിശേഷതയെക്കുറിച്ച് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് നാം വായിച്ച ലൂക്കോസ് വിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ സൃഷ്ടികർത്താവ് സൃഷ്ടിയുമായിട്ടുള്ള ഒരു സംവാദത്തിൻ്റെ സന്ദർഭമാണ് നാം വായിച്ചു കേട്ടത്. യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഗെരസേനിയ തടാകത്തിൻ്റെ അക്കരയ്ക്ക് കടന്നുപോയി എന്നാണ്. ഗലീല കടൽ എന്ന് അറിയപ്പെടുന്ന ആ തടാകം സമുദ്രനിരപ്പിൽ നിന്നും 600 അടി താഴ്ചയിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വായുസമ്മർദ്ദത്താൽ എപ്പോഴും കൊടുങ്കാറ്റടിക്കുവാനായിട്ട് സാധ്യത കൂടുതലുള്ള തടാകം എന്നാണ്. ആ യേശു ശിഷ്യന്മാരെ ഒരുക്കി അക്കരയ്ക്ക് ഈ തടാകത്തിലൂടെ വഞ്ചിയിൽ യാത്ര ചെയ്യുകയാണ്. കുറേ യാത്ര പോയി കഴിഞ്ഞപ്പോൾ തിരക്കേറിയ ശുശ്രൂഷയുടെ ഭാരത്താൽ യേശു കർത്താവ് ഉറങ്ങിപ്പോയി എന്നാണ് ആ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ അവസരം ചുഴലിക്കാറ്റുണ്ടായി. ഈ വഞ്ചിയിൽ യാത്ര ചെയ്തിരുന്ന ശിഷ്യഗണം ഉണർന്നു കർത്താവിൻ്റെ അടുക്കൽ ചെന്നു, നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി എന്നാണ്. യേശു എഴുന്നേറ്റ് കാറ്റിൻ്റെ ശക്തിയെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, അവിടെ ശാന്തതയുണ്ടായി. പിന്നെ യേശു അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു എന്നാണ്. കർത്താവ് പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഇവിടെ സൃഷ്ടിയും സൃഷ്ടികർത്താവുമായിട്ടുള്ള ബന്ധവും സൃഷ്ടികർത്താവിനെ അനുസരിക്കുന്ന സൃഷ്ടിയുടെ സ്വഭാവവും അവിടെ വ്യക്തമായി നാം മനസ്സിലാക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് കാറ്റിൻ്റെ ശക്തിയെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ച് ശാന്തമാക്കി. തൻ്റെ വാക്കുകൾ കൊണ്ട് അവയെ ശാന്തമാക്കി. അവ യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചു എന്നാണ്. എന്നാൽ ശിഷ്യന്മാർ അവിശ്വാസികളായി കാണപ്പെടുന്നു. അവർ ഭയപ്പെട്ടു, അവർ ഭയന്നുപോയി എന്നാണ്. അവർ പറയുന്നു, കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നു, ഇവൻ ആർ എന്നവർ തമ്മിൽ പറയുകയാണ്. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവർക്കുണ്ടായ ഈ നിലവിളിയും ഭയവും എല്ലാം അവരുടെ അവിശ്വാസത്തിൽ നിന്നും ഉണ്ടായി എന്നാണ്. കർത്താവിൽ പ്രിയരെ, അതായത് സൃഷ്ടികർത്താവ് കൂടെയുള്ളപ്പോഴും സൃഷ്ടിയെ ഭയപ്പെടുന്ന മനുഷ്യൻ, സൃഷ്ടികർത്താവ് കൂടെയുള്ളപ്പോഴും സൃഷ്ടിയെ ഭയപ്പെടുന്ന മനുഷ്യൻ. ഒരുപക്ഷെ നാം എല്ലാവരും വെള്ളപ്പൊക്കവും പ്രതിസന്ധികളും പകർച്ചവ്യാധികളും ഒക്കെ നേരിടുമ്പോൾ ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നാം ഭയപ്പെടുന്നവരാണ്. എന്നാൽ ഇവിടെ യേശു ഒരു ചോദ്യം ഉന്നയിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം എവിടെ?
അപ്പോൾ സൃഷ്ടികർത്താവ് കൂടെയുള്ളപ്പോൾ സകലത്തെയും നിയന്ത്രിക്കുവാനും ശാന്തമാക്കുവാനും സംരക്ഷിക്കുവാനും കഴിയുന്ന കർത്താവ് കൂടെയുള്ളപ്പോൾ നിങ്ങളെന്തിന് ഭയപ്പെടണം? നിങ്ങളുടെ വിശ്വാസം എവിടെ എന്നാണ്. അപ്പോൾ യേശു കർത്താവിനോടൊപ്പം ഈ ശിഷ്യഗണം നടക്കുന്നുവെങ്കിലും അവരുടെ ശുശ്രൂഷ, യേശുവിൻ്റെ ശുശ്രൂഷ അവർ കേട്ട് കണ്ട് അനുഭവിച്ച് അറിയുന്നുവെങ്കിലും പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളിൽ ആ വിശ്വാസം ഇല്ലാതെ പോകുന്ന, അല്ലെങ്കിൽ ആ യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്നും പിന്മാറിപ്പോകുന്ന അനുഭവം. എന്തൊക്കെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നേരിട്ടാലും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ പാർച്ചവ്യാധിയോ മറ്റ് പ്രതിസന്ധികളോ ഉണ്ടായാലും, ഇതിൻ്റെ എല്ലാമേൽ അധികാരമുള്ള, സകലത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന, സകലത്തിൻ്റെയും സൃഷ്ടികർത്താവായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിത തോണിയിൽ അവൻ കൂടെയുള്ള കർത്താവാണ് എന്ന വിശ്വാസത്തോടുകൂടെ അവൻ സകലത്തെയും ശാന്തമാക്കുവാൻ കഴിയും, നിയന്ത്രിക്കുവാൻ കഴിയും എന്ന ആ വിശ്വാസത്തോടുകൂടെ നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ, നാം ജീവിക്കുന്നുവെങ്കിൽ, ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് അതിനെ അതിജീവിച്ച് നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കും എന്നതാണ്. അപ്പോൾ ഇവിടെ ശിഷ്യന്മാർ അവർ തമ്മിൽ പറയുകയാണ്, കാറ്റും കടലും അവനെ അനുസരിക്കുന്നു, ഇവനാർ എന്ന് തമ്മിൽ പറയുകയാണ്. അപ്പോൾ സൃഷ്ടിതാവായ ദൈവമാണ് യേശു. നാം സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി. ആ ത്രിയേക ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത് എന്നൊക്കെ നാം ചിന്തിച്ചതാണ്. അപ്പോൾ ആ സൃഷ്ടികർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തെയും അതിജീവിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും എന്ന ആ ഒരു വിശ്വാസം, ആ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. മറ്റൊന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, മനുഷ്യൻ്റെ സൃഷ്ടിയും അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രവൃത്തിയും ദൈവിക പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ്. ഇവിടെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട കാറ്റും കടലും ആ സൃഷ്ടികർത്താവിനെ അനുസരിക്കുന്നു, അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ വാക്ക് കേട്ട് ശാന്തമാകുന്നു എന്നതാണ്. എന്നാൽ പലപ്പോഴും മനുഷ്യൻ നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ മനുഷ്യന് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ അതാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യസ്തം. നമുക്കറിയാം, ഇന്ന് നാം നേരിടുന്ന COVID-19 മനുഷ്യനിർമ്മിതിയാണെന്നും അത് തെറ്റായി കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ മഹാമാരി നേരിട്ടിരിക്കുന്നതെന്നും ഉള്ള ചിന്തയും വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ച, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രവർത്തനം മൂലമുണ്ടായ ഈ പ്രതിസന്ധി
മനുഷ്യന് തരണം ചെയ്യുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനുഷ്യനുണ്ടാക്കിയ വസ്തുവിനെ മനുഷ്യന് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ അവിടെയാണ് സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ മഹത്വം നാം ദർശിക്കുന്നത്. ദൈവം ഉണ്ടാക്കിയ ഏതൊരു വസ്തുവിനെയും ജീവജാലങ്ങളെയും പ്രതിഭാസങ്ങളെയും നിയന്ത്രിക്കുവാൻ കർത്താവിന് സാധിക്കും. അവ കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കും എന്നുള്ളതാണ്. ശദ്രക് മേശക് അബേദ്നെഗോവിനെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ തീയുടെ മണം പോലും അവിടെ മേലേശാതെ ആ തീയെ നിയന്ത്രിക്കുവാനായിട്ട് അതിൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് സാധിച്ചു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയപ്പെട്ടപ്പോഴും അതിൻ്റെ സൃഷ്ടികർത്താവായ ദൈവം സിംഹത്തിൻ്റെ വായടച്ച് അതിനെ നിയന്ത്രിച്ചു. അപ്പോൾ ഏത് പ്രതിഭാസവും ഏത് ജീവജാലങ്ങളും സൃഷ്ടികർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇവിടെ കാറ്റും കടലും കർത്താവിനെ അനുസരിച്ച് അവ ശാന്തമായി. എന്നാൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയെ അല്ലെങ്കിൽ അതിൻ്റെ ഫലത്തെ മനുഷ്യന് നിയന്ത്രിക്കുവാൻ കഴിയാതിരിക്കുന്ന അനുഭവം അത് ലോകത്തിന് നമുക്കറിയാം. ബോംബ് വർഷമുണ്ടായ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ബോംബ് വർഷം, അതുപോലെ ഇന്നും മനുഷ്യൻ പരസ്പരം കൊല്ലുന്നതിനായി ഒരുക്കിയിരിക്കുന്ന ആറ്റം ബോംബുകളും അതിൻ്റെ പരിണിതഫലവും. അപ്പോൾ അത് മനുഷ്യൻ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിതഫലത്തെ നിയന്ത്രിക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല എന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെ മുഴുവൻ നിയന്ത്രിക്കുവാൻ സാധിക്കും എന്നതും ദൈവവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നാം ഭയപ്പെടേണ്ടത് നമ്മുടെ പ്രവൃത്തി തന്നെയാണ്. നാം നമ്മുടെ പ്രവൃത്തി മൂലം സമൂഹത്തിന് ഉണ്ടാകാവുന്ന ദോഷങ്ങളെ വളരെ ആഴമായി ചിന്തിച്ച് ഗ്രഹിച്ച് നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ സമൂഹത്തിന് നന്മ പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആലോചനയില്ലാതെ ചിന്തയില്ലാതെ നാം പ്രവർത്തിച്ച് സമൂഹത്തിന് ദോഷം വരുത്തുന്നുവെങ്കിൽ അതൊരിക്കലും നമുക്ക് പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടത് ദോഷകരമായ മനുഷ്യൻ്റെ പ്രവൃത്തിയെ തന്നെയാണ്. യേശു ചോദിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളെന്തിന് ഈ കടലിനെയും കാറ്റിനെയും കണ്ട് ഭയപ്പെടുന്നു? അതിനേക്കാൾ നിങ്ങൾ ഭയപ്പെടേണ്ടത് നിങ്ങളുടെ പ്രവൃത്തിയെ തന്നെയാണ്. ഈ സമൂഹത്തിനും പ്രപഞ്ചത്തിനും സൃഷ്ടിക്കും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, നിങ്ങളുടെ ചിന്ത കൊണ്ട്, നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഉണ്ടാകാവുന്ന ദോഷത്തെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടണം. ഭയത്തോടുകൂടെ വളരെ ചിന്തിച്ച് ആലോചിച്ച് നാം ഓരോ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന് പ്രകാരം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഈ സൃഷ്ടിക്ക് അനുഗ്രഹകരമായി തീരും. അതിനായിട്ടുള്ള സമർപ്പണത്തോടുകൂടെ ഈ പരിശുദ്ധ ദിവസത്തിൽ നാം ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. അതിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി വീണ്ടും നമുക്ക് തലയിളമാക്കാം, പ്രാർത്ഥിക്കാം.
സകല അനുഗ്രഹത്തിൻ്റെയും ദാതാവും ഞങ്ങളുടെ ജീവൻ്റെ പരിപാലനമായിരിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ പരിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാത സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കുവാനും ഓർമ്മപ്പെടുത്തുവാനും ജീവിതത്തിലൊരു ഭാഗ്യം കൂടെ അങ്ങ് ദാനം ചെയ്തുവല്ലോ. സൃഷ്ടി ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ആ അനുഭവത്തെ ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ, അത് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നൽകുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കുവാൻ, ധ്യാനിക്കുവാൻ അവിടെ നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ സൃഷ്ടിയെ ദൈവം നിയന്ത്രിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന ദോഷത്തെ നിയന്ത്രിക്കുവാൻ മനുഷ്യനാകുന്നില്ല എന്നുള്ളത് ഈ കാലഘട്ടം ഞങ്ങളെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. ദോഷകരമായ മനുഷ്യപ്രവൃത്തിയെ ഭയത്തോടുകൂടെ കാണുവാൻ വളരെ ആഴമായ ചിന്തയോടും ദർശനത്തോടും കൂടെ സൃഷ്ടിയെ സംരക്ഷിക്കുന്ന തരത്തിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അതിനോട് ഇടപെടുവാനും ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെ അകറ്റി അവിടുത്തെ ആത്മാനാഥ് ഞങ്ങളെ ബലപ്പെടുത്തണം. അങ്ങേ ആരാധിച്ച ഓരോ ഹൃദയങ്ങൾക്കും സ്വർഗീയമായ ആശ്വാസവും സമാധാനം നൽകി ദൈവമായ ശാന്തി നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പിരിയുന്ന പിരിയാബന്ധുവായി കൂടെ ഇരിക്കണമേ. സകല മഹത്വാംഗം സ്വീകരിക്കണമേ. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ ആശീർവാദം സ്വീകരിച്ച് സമാധാനത്തോടെ പോകാം. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കാവലും നടത്തിക്കും. കർത്താവിൽ പ്രിയരെ, നാം എല്ലാവരോടും കൂടെ എല്ലായ്പ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.